CPM-ൽ ഒരു സ്ത്രീക്കും ഇന്നേ വരെ, ഒരു സ്ത്രീ നേതാവിനും ഇന്നേ വരെ കൃത്യമായി പരിഗണന കിട്ടിയോ എന്നത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. എന്താണ് വൃന്ദ കാരാട്ടിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന എന്നൊക്കെ നോക്കിയാൽ അതുകൊണ്ടിട്ടൊരു പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തേണ്ട, അതായത് CPM-ന്റെ അത്തരത്തിൽ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തേണ്ട ഒരു സ്ത്രീ ആണോ വൃന്ദ കാരാട്ട് എന്നുള്ള ഒരു സംശയമുണ്ട്. CPM എല്ലാ കാലത്തും സ്ത്രീകളെ അടിച്ചമർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ പെരുമാറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് KR ഗൗരിയെ മുന്നിൽ നിർത്തി പട നയിക്കുകയും ജയിച്ചതിന് ശേഷം EK നായനാരെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. ശൈല ടീച്ചറെ രമൺ ബക്സാസെ അവാർഡ് കിട്ടിയെന്നല്ല, അവാർഡിന് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് CPM ആവശ്യമില്ലാതെ നിരസിക്കുകയും ചെയ്ത CPM. അതേ മുഹമ്മദ് റിയാസിന് ഫൊക്കാരക്കാരൊരു അവാർഡ് കൊടുത്തപ്പോഴത്തേക്കും അതിയെന്ന് മേടിക്കുകയൊക്കെ ചെയ്യുന്ന വിചിത്രമായ ആചാരങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ പ്രകാശ് കാരാട്ട്, ഇപ്പൊ നമ്മുടെ പ്രകാശ് കാരാട്ട് നടത്തിയ വിപ്ലവ പ്രവർത്തനം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി ഏത് തൊഴിലാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. CPM-നകത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ വൃന്ദ കാരാട്ടിന് കിട്ടിയത് വലിയ പരിഗണനയാണ്. അത് ഉറപ്പായിട്ടും പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ എന്നുള്ള ആൾക്കുള്ള പരിഗണന തന്നെയാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തലപ്പത്തൊന്നും ഒരിക്കലും ഒരു സ്ത്രീ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് CPM ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കിയത്? എന്തിനാണ് ഈ SC/ST-കാർക്ക് വേണ്ടിയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കിയത്? യഥാർത്ഥത്തിൽ DYFI-യിൽ എന്താണ് സ്ത്രീകളുടെ വിഭാഗമില്ലാത്തത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുരോഗമനം എന്ന് പറയുന്നത് പുറത്തുള്ള വെറും വാചകമടി മാത്രമാണ്. സ്ത്രീകൾക്ക് അത്രയും ഒരു പരിഗണന ഈ പാർട്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. അവർക്ക് തന്നെ അറിയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ KK ശൈലജയെ യഥാർത്ഥത്തിൽ രണ്ടാം തവണ അവർ അധികാരത്തിൽ CPM അധികാരത്തിൽ വരുമ്പോൾ KK ശൈലജ ഇവിടെ മുഖ്യമന്ത്രി ആവണം. പിണറായി വിജയൻ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KK ശൈലജ നാളെ വാ തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വേഷം കെട്ടൊക്കെ അവസാനിക്കും. CPM-ന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് പ്രകാശ് കാരാട്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയതമ എന്ന് പറയുന്നത് വൃന്ദ കാരാട്ടാണ്. വൃന്ദ കാരാട്ടും CPM-ന്റെ വലിയൊരു മുഖമാണ്. അവർ രണ്ടുപേരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്. വൃന്ദ കാരാട്ടിൻ്റെ ഒരു പുസ്തകം അടുത്ത ദിവസം ഇറങ്ങുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിൽ വളരെ പ്രധാനമായി ഇവർ പറഞ്ഞിരിക്കുന്നത്, താൻ CPM-ന്റെ ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ ഒരു തൊഴിലാളി നേതാവ് എന്നുള്ള രീതിക്കപ്പുറം ഒരു ഭാര്യയായി മാത്രമാണ് പല സ്ഥലങ്ങളിലും പരിഗണിക്കപ്പെട്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ എന്നുള്ള നിലയിലാണ് വൃന്ദ കാരാട്ടിന് സ്വീകാര്യത ലഭിച്ചെന്നും ഒരു സ്ത്രീ നേതാവ് എന്നുള്ള പരിഗണന പാർട്ടിയിൽ ലഭിച്ചില്ല എന്നാണ്. ഈ വാർത്ത ഇന്ന് പല പത്രങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും ഈ ഉച്ചയോടുകൂടി വൃന്ദ കാരാട്ട് ഈ വാർത്തയെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും CPM-ൽ ഒരു സ്ത്രീക്കും ഇന്നേ വരെ, ഒരു സ്ത്രീ നേതാവിനും ഇന്നേ വരെ കൃത്യമായി പരിഗണന കിട്ടിയോ എന്നത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. രതീഷ്, യഥാർത്ഥത്തിൽ വൃന്ദ കാരാട്ട് പറഞ്ഞതിൽ കഴമ്പുണ്ടോ, അല്ലെങ്കിൽ അത് കേവലമായ മാധ്യമ സൃഷ്ടി മാത്രമാണോ? ഒന്നാമത്തെ കാര്യം രാജേഷ്, വൃന്ദ കാരാട്ട് ഇപ്പോൾ ഒരു റീത്ത എന്ന പേരിൽ, ആ റീത്ത എന്ന് പറയുന്നത് അവരുടെ അടിയന്തരാവസ്ഥ കാലത്തുള്ള പേരാണ്. അപ്പോൾ ആ പേരിൽ അവരിപ്പോൾ ഒരു പുസ്തകം എന്ത് ചെയ്യുന്നു, ഇറങ്ങുന്നു. ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് ആ പുസ്തകത്തിൻ്റെ ഒരു സെയില് കൂടുന്നതിന് വേണ്ടി ചിലർ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ സ്വപ്ന സുരേഷ് ആണെങ്കിലും അല്ലെങ്കിൽ ശങ്കരനാണെങ്കിലും പല ആരുടെ ബുക്കുകൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ളൊരു തന്ത്രം, ഏതെങ്കിലും ഒരു വിവാദപരമായ പരാമർശം പുറത്തേക്ക് വിടുക, പിന്നീട് അത് പിൻവലിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കാറുണ്ട്. എനിക്ക് നേരെ തിരിച്ചാണ് പറയാനുള്ളത്. കാരണം എന്താണ് വൃന്ദ കാരാട്ടിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന എന്നൊക്കെ നോക്കിയാൽ അതുകൊണ്ടിട്ടൊരു പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തേണ്ട, അതായത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും കഴിഞ്ഞ് ഏറ്റവും വലിയ പരമോന്നത ബോഡിയായിട്ടുള്ള ഒരു പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തേണ്ട, ഇപ്പൊ ഹമാസിനാണ് പിന്നെ പൊളിറ്റ് ബ്യൂറോ ഒക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തേണ്ട ഒരു സ്ത്രീ ആണോ വൃന്ദ കാരാട്ട് എന്നുള്ള ഒരു സംശയമുണ്ട്. വൃന്ദ കാരാട്ട് പറഞ്ഞത് വേറൊരർത്ഥത്തിൽ കറക്റ്റാണ്. അതായത് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് വൃന്ദ കാരാട്ട് ഇപ്പോൾ പരിഗണന കിട്ടിയത്, വൃന്ദ കാരാട്ട് പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയത്. ഈ പ്രകാശ് കാരാട്ടും അതുപോലെ സീതാറാം യെച്ചൂരിയും ഒക്കെ തന്നെ ഏത് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ലോക്കൽ കമ്മിറ്റിയിലാണ്, ഏത് ജില്ലാ കമ്മിറ്റിയിലാണ്, സ്റ്റേറ്റ് കമ്മിറ്റി സമരത്തിലാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല.
പക്ഷെ ഓക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ വേണം, നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല. അവർ JNUവിൽ നിന്ന് നേരിട്ട് നടന്ന് സിവിൽ സർവീസിലൊക്കെ ലാറ്ററൽ എൻട്രി വഴി നേരെ കയറിയ ആളുകളാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രാമുഖ്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. വൃന്ദ കാരാട്ടൊക്കെ അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു പരിഗണന വൃന്ദ കാരാട്ടിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് രാജേഷ് ചോദിച്ചൊരു കാര്യം, എല്ലാ കാലത്തും സ്ത്രീകളെ അടിച്ചമർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ പെരുമാറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. ഇനി CPM മാത്രമല്ല രാജേഷ്, നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞ് നിലവിൽ വന്നേക്കുന്ന പാർട്ടികളെല്ലാം തന്നെ സ്ത്രീകളെ രണ്ടാം കിടക്കാരെയോ മൂന്നാം കിടക്കാരെയോ നാലാം കിടക്കാരെയോ ഒക്കെ കണ്ട ആളുകളാണ്. അപ്പൊ അതിൽ പലപ്പോഴും ഇതിൽ സാമ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിചിത്രമായൊരു സാമ്യം തോന്നുന്ന ഒരു ഇസ്ലാമിസ്റ്റുകളുടെ ചിന്താഗതിയുടെ അത്രയും പോയില്ലെങ്കിൽ പോലും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ രീതിയിൽ സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ള, സ്ത്രീകളോട് വിവേചനം കാണിച്ചിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് CPM അടക്കമുള്ള ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. വിശിഷ്യ കേരളത്തിലെ CPMലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് KR ഗൗരിയെ മുന്നിൽ നിർത്തി പട നയിക്കുകയും ജയിച്ചതിന് ശേഷം EK നായനാരെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. സുശീല ഗോപാലിനും ഇതുപോലെ തന്നെ വരുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, സുഭാഷിണി അലി മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റുകൾ എടുത്തു വെച്ച് ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ CS സുജാതയും ഇനി ഏറ്റവും ഒടുവിൽ പാലക്കാട്ട് തീവ്രത കുറഞ്ഞ പീഡനം അനുഭവിക്കേണ്ടി വന്ന PK ശശികലയിൽ അനുഭവിക്കേണ്ടി വന്ന സഖാവും അടക്കമുള്ള ആളുകൾ, ഒരു സംശയവുമില്ല രാജേഷ്, അതിതീവ്രമായിട്ടുള്ള അവഗണന അനുഭവിച്ചവരാണ്. ഒരു കാലത്തും KK ശൈലജ ടീച്ചറെ മുതൽ ആഡ് ചെയ്ത് ഓക്കെ, KK ശൈലജ ടീച്ചർക്കൊക്കെ 2 തവണ ആരോഗ്യമന്ത്രിയായി. പക്ഷേ സത്യത്തിൽ KK ശൈലജ ടീച്ചർക്ക് പറ്റിയെന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. കാരണം കുറച്ചുകൂടി കഴിവുണ്ട്, മിടുക്കുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് എന്ത് ചെയ്തത്, ശൈലജ ടീച്ചർ ഒഴിവാക്കിയത്. പിന്നെ ശൈലജ ടീച്ചറെ രമൺ ബക്സാസെ അവാർഡ് കിട്ടിയെന്നല്ല, അവാർഡിന് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് CPM ആവശ്യമില്ലാതെ നിരസിക്കുകയും ചെയ്ത CPM. അതേ മുഹമ്മദ് റിയാസിന് ഫൊക്കാരക്കാരൊരു അവാർഡ് കൊടുത്തപ്പോഴത്തേക്കും അതിയെന്ന് മേടിക്കുകയൊക്കെ ചെയ്യുന്ന വിചിത്രമായ ആചാരങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ എക്കാലത്തും പിന്നെ ഒരു കാര്യം ഞാൻ രാജേഷോട് പറയാം, സ്ത്രീകളെ എക്കാലത്തും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളോ ഒക്കെ തന്നെ വെറും വാചകമടിക്കും അപ്പുറം, ഒരു റെട്രിക്, ഈ പറഞ്ഞ പോലെ വാചക കസരത്തിനും അപ്പുറം ഒരിക്കലും അർഹിക്കുന്ന പരിഗണന കൊടുത്തിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ കഴിയുന്ന ലെവലിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ള, നമ്മളെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസും സർക്കംസ്റ്റൻസസും ഒക്കെ അനുസരിച്ച് അങ്ങനെ വളർന്നു വരാൻ സ്ത്രീകൾക്കും ആയില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതാണ്, അവിടെയാണ് വിഷയം. നമുക്ക് ഇപ്പം വൃന്ദ കാരാട്ട് തന്നെ നമുക്ക് പിന്നെ ഈ ചർച്ച തുടരാരംഭിക്കാം. കാരണം വൃന്ദ കാരാട്ട് ആരായിരുന്നു എന്ന് വെച്ചാൽ എയർ ഇന്ത്യയിലെ ഒരു എയർ ഹോസ്റ്റസ് മാത്രമായിരുന്നു. അവർ ഈ എയർ ഇന്ത്യയിൽ നടത്തിയ മിസ് വേൾഡ് പല മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പിന്നീട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇവരെങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, എയർ ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്ന ഡ്രസ് കോഡ്, എയർ ഹോസ്റ്റസിന്റെ ഡ്രസ് കോഡ് മാറ്റണമെന്നും സാരി ഉടുക്കാനുള്ള അവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നടത്തിയ ചെറിയൊരു പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഇവരെ ശ്രദ്ധിക്കാനുള്ള കാരണം. ഇവർ പിന്നീട് പശ്ചിമബംഗാളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, കൽക്കട്ടയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഈ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ചില സമരങ്ങളോടൊക്കെ ആഭിമുഖ്യം കാണിച്ച ഒരു പിന്നെ പൊതുപ്രവർത്തക എന്നുള്ള രീതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് പ്രകാശ് കാരാട്ടുമായി പരിചയപ്പെടുന്നതും ഇവർ പ്രകാശ് കാരാട്ടിനെ വിവാഹം കഴിക്കുന്നതും. ഇതിൽ പ്രകാശ് കാരാട്ടിനെ വിവാഹം കഴിച്ചപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വൃന്ദ കാരാട്ട് ആയി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രകാശ് കാരാട്ടിന്റെ ഈ കാരാട്ട് എടുത്തുകൊണ്ട് അവരുടെ പേരിനൊപ്പം ചേർത്തുകൊണ്ട് അവർ പിന്നീട് മൊത്തം അറിയപ്പെട്ടത് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാരാട്ട് കയറ്റി വെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ സൗകര്യമാണ് അവർ പിന്നീട് ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ പ്രകാശ് കാരാട്ട്, ഇപ്പം നമ്മുടെ പ്രകാശ് കാരാട്ട് നടത്തിയ വിപ്ലവ പ്രവർത്തനം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി ഏത് തൊഴിലാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പ്രകാശ് കാരാട്ട് ഏതെങ്കിലും സമരത്തിൽ വലിയ പങ്കാളിയായതോ ജയിലിൽ പോയതായിട്ടോ നമുക്കറിയില്ല. അല്ല, ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് ഈ CPMന്റെ കാര്യമാകുമ്പോൾ നുണ ഏതാണ് സത്യം തിരിച്ചറിയാൻ പറ്റില്ല. ഇതിൽ രാജേഷ്, ഇത് ഈ വൃന്ദ കാരാട്ടും അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടുമായുള്ള ഒരു പരിചയവും അടുപ്പമൊക്കെ തോന്നി തുടങ്ങിയതിന് ശേഷം മാത്രമാണ്
ഇവർക്ക് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആഭിമുഖ്യം തുടങ്ങിയത്. അതാണ് വാസ്തവം. അല്ലാതെ വൃന്ദക്കാരായിട്ട് വളരെ പുരോഗമനപരമായി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് വരുമ്പോൾ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള രീതി അനുസരിച്ച് പലപ്പോഴും ഭർത്താവിന്റെ പേര് കൂടെ ചേർക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവർ എത്തിപ്പോയി. അപ്പൊ അതിന് ശേഷമാണ് രാജേഷ്, അങ്ങനെ പലരും പരിചയിച്ചതിന് ശേഷമാണ്, കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് എനിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാന കാലഘട്ടങ്ങളിലാണ് പുള്ളിക്കാരിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാവുക ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഇവോൾവ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷമാണ്. അതുകൊണ്ട് ഇപ്പൊ രാജേഷ് അറിയില്ല, ഇപ്പൊ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന പേര് മാറ്റി പാർവതി നായർ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇങ്ങനെയുള്ള പേരുകളൊക്കെ പഴയ ചെറുപ്പത്തിലേക്ക് കിട്ടുകയും പിന്നീട് വായിക്കുകയും വളരെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഉപേക്ഷിക്കുന്നത്. പക്ഷെ നമുക്കറിയാം EMS നമ്പൂതിരിപ്പാടൊന്നും അവസാനം വരെ അത് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ഉണ്ടായി പോകുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ CPM-നകത്ത് എനിക്കിപ്പോഴും പറയാനുള്ള ഒരു കാര്യം, CPM-നകത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ വൃന്ദക്കാരാട്ടിന് കിട്ടിയത് വലിയ പരിഗണനയാണ്. അത് ഉറപ്പായിട്ടും പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ എന്നുള്ള ആൾക്കുള്ള പരിഗണന തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പൊ R ബിന്ദുവിന് എന്ത് ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ മധ്യസ്ഥാനം കിട്ടിയത്, എങ്ങനെയാണ് ഭാര്യതാണ്. അപ്പൊ അതുകൊണ്ട് അതിനും അപ്പുറത്തേക്കുള്ള ഒരു ചിലർക്ക് ഇനി രാജേഷോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ നേരെ തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മേഴ്സി രവി എന്തുകൊണ്ടാണ് ഉയരങ്ങളിലേക്ക് എത്താത്തത്? അതായത് പരിഗണന കിട്ടിയില്ലെന്ന് മാത്രമല്ല വയലാർ നേതാവേ ഇല്ലാതായി പോയത്. അപ്പൊ ഞാൻ പറഞ്ഞത് പലപ്പോഴും അവർ അതിനേക്കാൾ കൂടുതൽ അർഹിച്ചിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ടോക്കും സ്പീച്ചും എല്ലാം നമ്മൾ കൂടുതൽ അർഹിക്കുക. അപ്പം അത് നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് ആണ്, സോഷ്യൽ സർക്കംസ്റ്റൻസസ് ആണ്. അതിനെ എല്ലാത്തിനെയും പൊളിച്ചു മാറ്റിക്കൊണ്ട് രാവിലെ ജീവിക്കുക എന്നൊന്നും പറയുന്നത് ഇവിടെ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇപ്പൊ കുറെ കൂടി തലമുറകൾ മാറിയിട്ടുണ്ട്. ഈ തലമുറകളെ എനിക്ക് സത്യത്തിൽ തോന്നുന്നത് ഇത് വൃന്ദക്കാരായിട്ട് ഉള്ളിനുള്ളിൽ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള ഒരു തലമുറയെ കാണുമ്പോഴായിരിക്കും. രതീഷ്, ഇതില് വേറൊരു സംഭവം പറയാം. ഇപ്പം പ്രകാശ് കാരാട്ട് സെക്രട്ടറി സ്ഥാനത്ത് CPM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്ന സമയത്ത് CPM-ൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വൃന്ദക്കാരാട്ടിന് സെക്രട്ടറി പദം കൊടുത്തുകൂടാന്നുള്ളതാണ്. പക്ഷേ CPM പോളിറ്റ് ബ്യൂറോ ഒരിക്കലും അതിന് തയ്യാറായില്ല. കേന്ദ്ര കമ്മിറ്റി അതിന് തയ്യാറായില്ല. അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും ഉണ്ടായില്ല. പിന്നീട് വരുന്നത് സീതാറാം യെച്ചൂരിയാണ്. യെച്ചൂരിന്റെ ഒരു ടേം കൂടി കൊടുക്കാൻ വേണ്ടി കണ്ണൂരിൽ നടന്ന പോളിറ്റ് ബ്യൂറോയിലാണ് തീരുമാനിക്കുന്നത്, പാർട്ടി കോൺഗ്രസിലാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോഴും വൃന്ദക്കാരാട്ടിന്റെ പേര് ചർച്ചയ്ക്ക് വന്നിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക്. പക്ഷെ പരിഗണിക്കപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഒരു വനിതാ നേതാവിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ എന്തായാലും CPM ഇന്നേ വരെ തയ്യാറായില്ല. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തലപ്പത്തൊന്നും ഒരിക്കലും ഒരു സ്ത്രീ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ, അത് നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവമാണ്, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ഗൗരി അമ്മയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയതെന്ന് വെച്ചാൽ അന്ന് ശക്തമായി EMS ഉണ്ടായി എതിർക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും, അതായത് അതിൽ കുറച്ച് ചില ജാതി. അപ്പം അന്ന് ചില കോണുകളിൽ നിന്ന് വരുന്നത് ചോമത്തിയുടെ കീഴിൽ കേരളം ഭരിക്കുകയോ എന്നുള്ളൊരു വലിയൊരു ചർച്ച വരും. പക്ഷേ ഗൗരിയമ്മയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ എടുത്തു നോക്കുകയും ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെയൊക്കെ മനസ്സിൽ ഭയങ്കരമായ ഒരു വല്ലാത്ത അന്ധമായ ഒരു ഈ ആരാധനയാണ് പലർക്കും ഉണ്ടായിരുന്നത് അവരുടെ അടുത്ത്. യഥാർത്ഥ CPM ഇപ്പോഴും നിലനിൽക്കുകയും അരിവാൾ ചുറ്റി നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ മറ്റൊന്നും നോക്കാതെ ഒരു വോട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഗൗരിയമ്മയെ പോലുള്ള ആളുകൾ. നമ്മുടെ ഒരു സോഷ്യൽ കൾച്ചറും നമ്മുടെ ഒരു സോഷ്യൽ സിറ്റുവേഷൻസും നമ്മുടെ ഒരു പൊതുബോധത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ രാജേഷേ, നമ്മൾ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ആണ് നേതാവാകുന്നത് നമുക്കാർക്കും പ്രശ്നമില്ല. പക്ഷെ ഒരു സ്ത്രീ നേതാവാകുന്നത് സ്ത്രീകൾക്ക് പോലും അത്ര താല്പര്യമില്ല. അല്ലെ, പറഞ്ഞ ഗൗരിയമ്മേന്റെ ആത്മാതാവില് കാരണം ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അല്ല, ഞാനിപ്പോ ഒരു കാര്യം രാജേഷിനോട് എടുത്തു വെച്ചാൽ എന്തുകൊണ്ടാണ് ഫോർട്ട് കൊച്ചിയിൽ MC ജോസഫൈൻ തോറ്റു എന്ന് പറഞ്ഞാൽ MC ജോസഫൈൻ സ്ത്രീ ആയതുകൊണ്ടാണ്. ഇപ്പൊ ഇത് CPM-നകത്തുണ്ട്, ഇത് തന്നെ മുസ്ലിം ലീഗിനകത്തുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് നൂർബിന അവിടെ എന്ത് ചെയ്തത്? സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ശരിക്കും അഹമ്മദ് ദേവർകോല് ഭാഗ്യം ചെയ്ത ഒരാളായതുകൊണ്ടാണ്. അല്ല രതീഷ്, ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് CPM ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കിയത്? എന്തിനാണ് ഈ SC ST-കാർക്ക് വേണ്ടിയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കിയത്? യഥാർത്ഥത്തിൽ DYFI-യിൽ എന്താണ് സ്ത്രീകൾ വിഭാഗം ഇല്ലാത്തത്? ഈ MSF-ൽ അതുണ്ട്, ഹരിത എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് DYFI-യിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംഘടന ഇല്ലാത്തത്? പുരുഷന്മാരുടെ സ്ഥാനമാണ് ഇതൊന്നും, പാർട്ടിയിൽ നിങ്ങൾ ആരും വരണ്ടെന്നും
പാർട്ടി ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ സ്ത്രീകളുടെ ഒരു സംഘടനയാക്കിയിട്ട് നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയുന്നത് തന്നെയാണ് സംഭവം. അത് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ബേസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 10th ഏറ്റവും കൂടുതൽ റാങ്ക് മേടിക്കുന്ന സ്ത്രീകളാണ്, പക്ഷേ PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ആണുങ്ങളാണ്. കാരണം ലോജിക്കൽ തിങ്കിങ് അവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് രാജേഷ് പറഞ്ഞ പോലെ ഇപ്പോൾ സെക്രട്ടറി സ്ഥാനമൊന്നും ഒരിക്കലും സ്ത്രീക്ക് ഒരു സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കാനും കഴിയില്ല. കാരണം പാർട്ടിക്ക് വലിയ ദോഷം ഉണ്ടാക്കും, അവർ കേപ്പബിൾ അല്ലെങ്കിൽ. പക്ഷേ രാജേഷ് പറഞ്ഞ പോലെ ഇപ്പൊ KR ഗൗരിയമ്മയുടെ കേസിലോ സുശീല ഗോപാലിന്റെ കേസിലോ ഒക്കെ അതായിരുന്നില്ല സ്ഥിതി. KR ഗൗരിയമ്മയുടെ കേസിൽ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് അവർ കുറെ കൂടി എഫിഷ്യന്റ് ആണെന്നുള്ളതായിരുന്നു. കാരണം അവർ എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് കിട്ടിയാൽ പിന്നീട് അത് ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം താഴെയായി പോവുകയും അവരുടെ അഡമന്റ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾക്ക് പാർട്ടി നിന്നു കൊടുക്കേണ്ടി വരികയും ചെയ്യും. അതിനേക്കാൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള EK നായനാർ ഇരുന്നാൽ വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചുള്ളൂ. ഒന്ന്. രണ്ടാമത് രാജേഷ് പറഞ്ഞ കാര്യം എക്സാക്ട്ലി കറക്റ്റാണ്. കാരണം ജാതീയമായ കുറെ ചിന്തകളും അതിലുള്ള ചേരിതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുരോഗമനം എന്ന് പറയുന്നത് പുറത്തുള്ള വെറും വാചകമടി മാത്രമാണ്. പിന്നെ ചില സ്ത്രീകൾക്കൊക്കെ എത്രയോ പരിഗണനകളും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എല്ലാ പാർട്ടികളും ഞാൻ എടുത്തു പറയുന്നില്ല. ഇപ്പൊ നമ്മള് KM ഷാജഹാനായിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ TN സീമ എങ്ങനെയാണ് പെട്ടെന്ന് രാജ്യസഭ മെമ്പറായത്, 1 മണിക്കൂർ പോലും പാർട്ടി പ്രവർത്തനം നടത്താതെന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പലപ്പോഴും ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം ഓർത്തഡോക്സ് സംഘടനകളുടെ അത്രയും വന്നില്ലെങ്കിൽ പോലും, അത്രയും തീവ്രതയൊന്നും ഇല്ലെങ്കിൽ പോലും പുറമെ വാചകപടി നടത്തുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരിപ്പോഴും ഇതേ യാഥാസ്ഥിതികരാണ്. ഒരു സംശയമില്ല. ഇപ്പൊ ഈ വൃദ്ധക്കാരായിട്ട് നേതൃത്വത്തിൽ പണ്ട് ABC എന്ന് പറഞ്ഞ ഒരു കമ്പനി വലിയ രീതിയിലുള്ള ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്തിയ സമയത്ത് അതിനെതിരെ വളരെ ശക്തമായി പ്രതിഷേധം ചെയ്തു. അപ്പോൾ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട്, ഇവർ ഇതിലൊക്കെ പങ്കെടുത്ത ആളാണ്, ഇപ്പൊ എങ്ങനെയാണ് അത് പുരോഗമനമല്ലാതാവുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും അതിനെതിരെ വെറും അഭ്യാസമാണ്. എനിക്കതിലൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അതായത് നമ്മുടെ ലേമറിഡിയൻ ഹോട്ടലിൽ എറണാകുളത്ത് ഇംപ്രസാരിയോ എന്ന് പറഞ്ഞ ഈവന്റ് മാനേജിംഗ് കമ്പനി മിസ് കേരള ബ്യൂട്ടി കോൺടെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ആ മിസ് കേരള ബ്യൂട്ടി കോൺടെസ്റ്റിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും അതേപോലെ തന്നെ DYFക്കാരും ഒക്കെ അതിൻ്റെയൊക്കെ ആളുകളെ, അതായത് കാറിൽ പോണവരെ കടത്തിവിടും, നടന്ന് പാസ്സായിട്ട് വരുന്നവന്റെ പാസ് വലിച്ചു കീറുക എന്ന് പറയുന്ന രീതിയിലുള്ള വെറും വിവരം കെട്ട, അവിടെ ചെന്നാൽ ഏതാണ്ട് ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയില്ലാത്ത സ്ത്രീകളുടെ നഗ്നതാ പ്രദർശനമാണെന്നൊക്കെ വിചാരിക്കുന്ന വെറും വിവരക്കേടുകൾ കാണിച്ചിട്ടുണ്ട്. ഇതന്നെ ബാംഗ്ലൂരിലും ശരിക്കാന്ന് ഇവര് ഉന്നയിച്ചത്. അപ്പൊ അതിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചനൊക്കെ കുറെ കാശ് പോയ ഒരു സംഭവമൊക്കെ കാരണങ്ങളൊക്കെ. ഞാനിത് ഓർക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേവലം ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിലൊക്കെ പങ്കെടുത്ത് അത്തരത്തിൽ പോയി അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന വൃന്ദക്കാരായിട്ട് ഇന്ന് എത്തി നിൽക്കുന്ന വലിയൊരവസ്ഥ. ഇപ്പൊ കേരളത്തിൽ മാത്രമേ ഈ പാർട്ടിയുള്ളൂ, ഇന്ത്യയിൽ മൊത്തത്തിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. പശ്ചിമ ബംഗാളിൽ ഭരണം പോയിരിക്കുന്നു, ത്രിപുരയിൽ ഭരണത്തിലില്ല. യഥാർത്ഥത്തിൽ ഈ പാർട്ടി യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് റഷ്യയിലുണ്ട്. അപ്പൊ ഈ ഇന്ത്യയിലെ അവസ്ഥ വളരെ ദയനീയമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ തലപ്പത്ത് വരാൻ പറ്റാത്തതിന്റെ ചില വേദനകളാണ് അവർ പങ്കുവെച്ചത്. യഥാർത്ഥത്തിൽ അവർക്ക് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ കേരളത്തിന്റെ മരുമകൾ എന്നുള്ള രീതിയിൽ അവർ ഇപ്പൊ പ്രകാശ് കാരാട്ടിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പൊ പാലക്കാട്ടുകാരനായ പ്രകാശിനെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ മരുമകളായ വൃന്ദക്കാരാട്ടിന് കേരളത്തിൽ മാത്രം ഇപ്പൊ നിലനിൽക്കുന്ന ഈ പാർട്ടിയുടെ തലപ്പത്ത് വരാൻ താല്പര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും സ്ത്രീകൾക്ക് അത്രയും ഒരു പരിഗണന ഈ പാർട്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. അവർക്ക് തന്നെ അറിയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ KK ശൈലജയെ യഥാർത്ഥത്തിൽ 2ാം തവണ അവർ CPM അധികാരത്തിൽ വരുമ്പോൾ KK ശൈലജ ഇവിടെ മുഖ്യമന്ത്രി ആവണം, യാതൊരു സംശയവും വേണ്ട. KK ശൈലജ ഉണ്ടാക്കിയ വലിയ ഹൈപ്പ് തന്നെയാണ് 2ാം തവണ അധികാരത്തിൽ വന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ KK ശൈലജയെ ആ രംഗത്തേക്ക് അടുപ്പിക്കുന്നേ ഇല്ല. അങ്ങനെയാണ് എന്തുകൊണ്ട് KK ശൈലജനെ നമുക്ക് വേണമെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് വഴിക്കോ? അതുമില്ല. ടീച്ചറെ എങ്ങനെ ഒഴിവാക്കാന്നതിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തി കൊടുക്കുകയാണ് ഇപ്പൊ CPM. അല്ല, KK ശൈലജയെ ഞാൻ എനിക്ക് വ്യക്തമായ അഭിപ്രായം, KK ശൈലജയെ അടുത്തവണ മന്ത്രിയാക്കില്ല എന്നും അത് ഉറപ്പായിട്ടും ഇനിയിപ്പോ മുഖ്യമന്ത്രിയാക്കില്ല എന്നൊന്നും നമുക്ക് 100% കഴിഞ്ഞവണ കൊടുത്തു തന്നെ മഹാഭാഗ്യം. പക്ഷെ എന്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയോടും ബഹുമാനപ്പെട്ട പിണറായി വിജയനോടും ഒക്കെ ഉള്ളത്, ഈ മറ്റേ പൊതുവേദികളിൽ വെച്ചുള്ള അപമാനിക്കലെങ്കിലും നിർത്തണമെന്നാണ്. കാരണം പിണറായി വിജയൻ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KK ശൈലജ നാളെ വാ തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വേഷം കെട്ടൊക്കെ അവസാനിക്കും. എനിക്ക് പല സിറ്റുവേഷനിലും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ
ഒരു തവണ സുരേഷ് ഗോപി എം വി നികേഷ് കുമാറിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എം വി നികേഷ് കുമാറുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളാണ്, പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഡോൺ ട്രൈ ടു പ്ലേ ഫൂൾ വിത്ത് മീ നികേഷ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കിയെടുത്തിട്ടുണ്ട്. ഈ വിവരക്കേടാണ് നികേഷ് എങ്ങാനും തിരിച്ചു പറയണം പോടാ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഡയലോഗ് വിട്ടാൽ പരിപാടി തീരും. പക്ഷെ അപ്പം അതുകൊണ്ട് അവരുടെ മാന്യത കൊണ്ടും